ഏതൊരു രാജ്യത്തെയും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഫോഴ്സ് ഏതാണെന്നറിയാം? ആ രാജ്യത്തെ സൈന്യമാണ്, പട്ടാളമാണ്. ആ സൈന്യത്തിൻ്റെ കയ്യിലാണ് ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ടാകും. തൂക്കുകളും ബോംബുകളും ആണവായുധങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ആ പട്ടാളത്തിൻ്റെ കയ്യിൽ. പക്ഷെ നമ്മുടെ രാജ്യത്തെ സൈന്യത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളും മാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകളും എല്ലാം ഉണ്ടാകുമ്പോഴും നമുക്ക് ഭയമില്ല, നമുക്ക് സന്തോഷമാണ്, അഭിമാനമാണ്. എന്നാൽ ഒരു തീവ്രവാദിയുടെ കയ്യിലുണ്ടാകുന്ന ആയുധം എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തും. തീവ്രവാദികളുടെ കയ്യിലുണ്ടാകുന്ന ആയുധത്തിൻ്റെ മൂർച്ച കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടു പേരുടെ കയ്യിലുള്ളത് ആയുധങ്ങൾ തന്നെയാണ്. ഒരാളുടെ കയ്യിലുള്ള ആയുധം നമുക്ക് സമാധാനവും ആത്മവിശ്വാസവും നൽകുമെങ്കിൽ മറ്റൊരാളുടെ കയ്യിലുള്ള ആയുധം നമുക്ക് പേടിയും ആശങ്കയുമാണ് തരുന്നത്. എന്തുകൊണ്ടാണ്? ആ വ്യത്യാസത്തിൻ്റെ പേരാണ് ഡിസിപ്ലിൻ, അച്ചടക്കം. ഒരു രാജ്യത്തെ ഏറ്റവും ശക്തമായ അച്ചടക്കമുള്ളത് പട്ടാളത്തിന് തന്നെയായിരിക്കും. അച്ചടക്കമുള്ള ഒരാളുടെ കയ്യിലുണ്ടാകുന്ന ആയുധത്തിന് മാത്രമേ സുരക്ഷിതത്വം ഉറപ്പു തരാൻ കഴിയും. തീവ്രവാദികൾക്ക് അച്ചടക്കമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ആയുധം മനുഷ്യരെ കൊല്ലാനും സിവിലിയൻസിനെ കൊല്ലാനും ഉപയോഗിക്കുമ്പോൾ പട്ടാളക്കാരൻ്റെ ആയുധം ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആ വ്യത്യാസത്തിൻ്റെ പേരാണ് ഡിസിപ്ലിൻ.